അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറി പാത്രത്തിലൊന്നും ആക്കിയില്ല, എല്ലാം ഇതോടെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് വേവുള്ള അരിയാണ് തോന്നുന്നു. അപ്പോൾ അരി ഒന്ന് ചേർണം. കൊണ്ടുവരുമ്പോൾ ചിക്കൻ പൊരിച്ചത് അങ്ങോട്ട് ഇട്ട് തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ചിക്കൻ കറി ആയില്ലേ ഉണ്ട് കേട്ടോ. അപ്പം ഒന്ന് എണീക്കാനൊക്കെ കുറച്ച് ലേറ്റായി. നല്ല ഇന്നപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു തക്കാളിക്കറി, ഉള്ളിയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് ഒരു തക്കാളിക്കറി റെഡിയാക്കാൻ പോവുകയാണ്. ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് എണീക്കാനൊക്കെ കുറച്ച് ലേറ്റായി. നല്ല തണുപ്പുള്ള ദിവസം കേട്ടോ. ഇന്നൊരു 5 മണിയൊക്കെ ആയിട്ട് എണീക്കുമ്പോൾ തന്നെ ഇപ്പം കുറച്ച് മാവേ കുഴച്ച് വെച്ചിട്ടുള്ളൂ. സ്കൂളില്ലാത്ത ദിവസമൊക്കെ അതല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കേട്ടോ. എന്താ പറഞ്ഞാൽ കുട്ടികൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കും. അപ്പം ഇന്നിപ്പോൾ കുറച്ച് മാവേ ആക്കിയിട്ടുള്ളൂ. അപ്പം ഇന്ന് പിന്നെ വേറെ കറികളൊന്നും അങ്ങനെ ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. ഇന്നൊരു പുളിച്ചാറും വെക്കും, പിന്നെ പയറുപ്പേരി, അത്ര തന്നെ. അപ്പോൾ ഇനി വേഗം ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കറികളൊക്കെ വെക്കട്ടെ കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചെടുത്തു കേട്ടോ. കറിവേപ്പിലി മല്ലിയിലൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വേഗം ഒരു കറിയൊക്കെ റെഡിയാക്കട്ടെ. ഇനി വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ വീഡിയോ കുറച്ചൊന്നും എടുക്കണില്ല വെച്ചാൽ ഞാനിങ്ങനെ രാവിലത്തെ എൻ്റെ ഈ സമയത്ത് തന്നെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എൻ്റെ കുറച്ച് കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഞാൻ ഓണാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ സമയം കിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്തിലൂടെ അതും കൂടെ ചെയ്യും. എന്നിട്ട് വീഡിയോ ഒക്കെ ഫുള്ള് ഓണാക്കി വെക്കും, കുറച്ച് കമൻറ്റും കൊടുക്കും കേട്ടോ. അല്ലാതെ നമുക്ക് വീഡിയോ കാണാനായിട്ട് കുറച്ച് നേരം ഇരിക്കുക പറഞ്ഞാൽ അത് കഴിയില്ല, അതിന് കഴിയില്ല. പിന്നെ കുട്ടികളൊക്കെ മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫോൺ അവരെടുക്കും, എടുക്കാതെ ഇരിക്കില്ല കേട്ടോ. കാരണം ഞാൻ പാലെടുക്കാൻ മുമ്പ് ഇവിടെ ഒരു ഫോൺ വെച്ചിട്ട് എന്തായാലും പോകണം. കുട്ടികളുടെ അടുത്ത് ഫോണില്ലാതെ പോയാലും ശരിയാവില്ല. അപ്പോൾ എന്തായാലും അവർ നെറ്റൊക്കെ ഉപയോഗിക്കും. പിന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ പെട്ടെന്ന് നെറ്റും തീരും. അപ്പോൾ ഞാൻ ഈ സമയത്താകുമ്പോൾ എനിക്ക് നല്ല നെറ്റ് സ്പീഡാണ് കേട്ടോ. ഈ രാവിലെ നേരത്തെ വീഡിയോ കാണുമ്പോൾ നെറ്റ് നല്ല സ്പീഡാണ്. അപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോയും കാണും കേട്ടോ. ഓണാക്കി വെച്ചിട്ട് ഓരോ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണും. അല്ലാതെ നമുക്ക് ഒട്ടും സമയമൊന്നും കിട്ടില്ല. പിന്നെ നമ്മളെന്നും വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരുന്നാലും പോരല്ലോ. നമ്മളിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്കും അതേപോലെ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യേണ്ട. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഇതിലൊക്കെ ഒന്ന് മുന്നേറാൻ കഴിയുള്ളൂ അല്ലേ. കുറേ പേരിൻ്റെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാണാൻ കഴിയില്ല, നെറ്റ് തീർന്നാൽ പിന്നെ നമുക്ക് പറ്റില്ല കേട്ടോ. ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോകളെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒക്കെയൊക്കെ വീട്ടിലുള്ള സമയത്താകുമ്പോൾ ഹോട്ട്സ്പോട്ടൊക്കെ ഓണാക്കിയിട്ട് അങ്ങനെയും കാണാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. തക്കാളിയൊക്കെ ഒന്ന് അപ്പോഴേക്കും വഴണ്ടി ശരിക്കും കിട്ടും. അങ്ങനെ തക്കാളിക്കറി റെഡി ആയിട്ടാ. ഞാൻ പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, എല്ലാ പൊടികളും കൂടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കുള്ള കറി റെഡിയായി. ഇതിൽ 2 മുട്ടയൊക്കെ ഒഴിച്ച മുട്ടക്കറിയായി. 4 കഷ്ണം ചിക്കൻ പൊരിച്ചത് അങ്ങോട്ട് ഇട്ട് തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ചിക്കൻ കറി ആയില്ലേ. മസാലകൾ ആദ്യം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കറി റെഡിയായി. ഇനി ഞാൻ വേഗം ചപ്പാത്തി പരത്തട്ടെ. ചപ്പാത്തിക്കുള്ള മാവൊക്കെ അതാ കുറച്ചിങ്ങനെ ബോൾസൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി വേഗം ചപ്പാത്തി പരത്തലും ചുടലും ഒപ്പം നടക്കണം. അപ്പോൾ അതെന്തായാലും ഇനി വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു കേട്ടോ. പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കട്ടെ. കല്ലൊക്കെ അതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് കുറച്ച് ബെല്ലം ഇട്ടിട്ട് കട്ടൻ ചായ വെക്കുകയാണ് കേട്ടോ, ശർക്കര ചായ. അപ്പോൾ അതും കൂടെ വെക്കുകയാണ്. അപ്പം എൻ്റെ മോനൊക്കെ നല്ല ഉറക്കമായിട്ടാ. കളിച്ച് ആളങ്ങനെ കിടന്നുറങ്ങി. ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചുടലൊക്കെ പെട്ടെന്നാവില്ലേ. ചപ്പാത്തി നമ്മൾ ചുടുമ്പോൾ ഒരുപാട് നേരം കല്ലിൽ തന്നെ ഇട്ട് വയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളം കലിച്ച പോലെ ആകും, സോഫ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് തിരിച്ചിട്ടിട്ട് അങ്ങോട്ട് എടുക്കണം.
അതുപോലെ തന്നെ കൂടുതൽ പൊടിയിട്ടിട്ട് പരത്താനും പാടില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തി കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെയൊക്കെ ഉണ്ടാവും. പൊടി കുറച്ചിട്ടിട്ട് നൈസാക്കിയിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുക. എല്ലാവർക്കും അറിയണത് തന്നെ. എന്നാലും ആരെങ്കിലും ചപ്പാത്തി അധികം ഉണ്ടാക്കാത്തവരും ആദ്യമായിട്ട് ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ. ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നൈസായിട്ടാണ് കേട്ടോ ഞാൻ പരത്തുക. മക്കളൊക്കെ വന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് പോയിട്ടാ. കൂട്ടത്തിൽ ഞാനും ഇരുന്ന് കഴിച്ചു. അപ്പം ഞാൻ കറി പാത്രത്തിലൊന്നും ആക്കിയില്ല, എല്ലാം ഇതോടെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി കുറച്ച് പയറുണ്ട്, പയറൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. നല്ല നാടൻ പയറാണ്. ഇതൊന്ന് ഉപ്പേരി വെക്കണം. അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചുട്ടോ. ഇനി ചോറിന് വെള്ളം വെച്ചിട്ട് ചോറ്റിനുള്ള അരി ആദ്യം ഇടട്ടെ. എന്നിട്ട് അടിച്ചോരുക, തുടയ്ക്കുക, പയർ മുറിക്കൽ, അങ്ങനെയുള്ള ഓരോ പണികൾ പെട്ടെന്ന് ചെയ്തെടുക്കട്ടെ. അയ്യാൻകുട്ടി എണീറ്റു. അപ്പോൾ അവനൊരു ചപ്പാത്തി ഇത്തിരി കട്ടൻ ചായയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവനവിടെ കഴിക്കട്ടെ. ചോറിന് അരി ഇടണം. ഒന്നല്ല റേഷൻ കടയിൽ നിന്ന് ഇങ്ങനത്തെ അരിയാണ് കേട്ടോ കിട്ടിയത്. കുറച്ച് വേവുള്ള അരിയാണ് തോന്നുന്നു. അപ്പോൾ അരി ഒന്ന് ചേർണം. കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ മറ്റേ ആ പ്രാണി ഉണ്ടല്ലോ, കൂറാൻ ചാതി, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും അരി ഇങ്ങനെ ചേറിയിട്ടാണ് ഇടുക. ഉമ്മയുണ്ടാകുമ്പോൾ ഉമ്മയൊക്കെ ചേർത്തിടണ്ട. കൊണ്ടുവന്ന ഉടനെ തന്നെ അരിയും ഫുള്ളും ചേറി കൊഴിച്ചാൽ തരിക. അപ്പം എനിക്ക് അറിയുന്നത് പോലെ ഒന്ന് ചേരട്ടെ. 2 നേരത്തേക്കും കൂടി വെക്കാനാണ് കേട്ടോ. 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയൊക്കെ നല്ല പച്ചരി കേട്ടോ. കണ്ടില്ലേ, നല്ല പച്ചരിയാണ് കിട്ടുന്നത്. നമുക്ക് ബിരിയാണിയോ നെയ്ച്ചോറോ തക്കാളിച്ചോറോ മുട്ട ബിരിയാണി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. നല്ല പച്ചരിയാണ്. അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് ദോശയ്ക്ക് ഞാൻ അരിയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തുണി കഴുകലൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികളൊക്കെ എത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടാണ്. കറക്റ്റ് സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ആയല്ലോ. അപ്പോൾ ഞാൻ മക്കൾ നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലൊക്കെ എടുക്കാൻ പോവുകയാണ്. പിന്നെ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് മുളക് കറിയും പയറുപ്പേരിയും പുളിച്ചാറും പിന്നെ കുറച്ച് പപ്പടം വറുത്തിട്ടുണ്ട് അയ്യാൻകുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.